ഹബീബായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ 1500 ജന്മദിനാഘോഷത്തിന്റെ ഭാഗമായി ഷറഫുൽ ഇസ്ലാം മദ്രസയിൽ നമ്മൾ നടത്തിയ മഹത്തായ മീലാദ് വേദി ഇസ്ലാമിക കലകളാൽ ധന്യമായ ഒരു വേദിയായിരുന്നു. ഫ്ലവർ ഷോയിൽ തുടങ്ങി സ്കൗട്ടിലൂടെ മികച്ച ചുവടുകളിലൂടെ കടന്നു വന്ന് കണ്ണഞ്ചിപ്പിക്കുന്ന സിൽസിലയിലൂടെ ദഫിന്റെ അതിവൈവിധ്യ മികച്ച താളവൈവിധ്യങ്ങളിലൂടെ നമ്മുടെ വേദി പരിസമാപ്തി കുറിച്ചു. അൽഹംദുലില്ലാഹ്, പ്രിയപ്പെട്ട പ്രേക്ഷകർ, നാടിന്റെ നാനാഭാഗങ്ങളിലുള്ള ഒരുപാട് പ്രേക്ഷകർ നമ്മുടെ പ്രോഗ്രാം ലൈവിലൂടെ 2-3 ലൈവ് നടന്നിരുന്നു. അതിലൂടെ കാണുകയും അഭിപ്രായങ്ങൾ പങ്കുവെക്കുകയും ഉണ്ടായി. അൽഹംദുലില്ലാഹ്, നമ്മുടെ മക്കളുടെ 1 മാസത്തെ 1.5 മാസത്തെ 2 മാസത്തോളമായി ഇതിന്റെ പ്രവർത്തനങ്ങൾ നടത്തി വരുന്നു. ഇതിന് ഈ കലാ രംഗത്ത് പ്രവർത്തിക്കുന്ന എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ ശക്തമായ പിന്തുണ എല്ലാ നിലക്കും പ്രിയപ്പെട്ട ഉപ്പാപ്പാന്റെ നാട്ടിൽ നിന്ന് ലഭിക്കുന്നത് കൊണ്ടാണ് കലാരംഗത്ത് സജീവമായി ഓരോ വർഷവും മികച്ച കലാരൂപങ്ങളെ നമുക്ക് ആവിഷ്കരിക്കാൻ സാധിക്കുന്നത്. ഇൻഷാ അല്ലാഹ്, മറ്റൊരു കലാരൂപം അറബിക് സ്റ്റിക്ക് എന്ന് പറയുന്ന പുതിയൊരു കലാരൂപം കൂടി കമ്പോസ് ചെയ്തിരുന്നു. പക്ഷെ അത് സമയക്കുറവ് കൊണ്ട് ഇപ്രാവശ്യം അവതരിപ്പിക്കാൻ സാധിച്ചിട്ടില്ല. അടുത്ത വർഷം അറബിക് വേഷത്തിൽ പൂർണ്ണമായി അറബിക് വട്ടും തട്ടവും വടിയുമായി കൊണ്ട് നടത്തുന്ന ഒരു പ്രത്യേകമായിട്ടുള്ള ഒരു കലാരൂപമാണ്. അത് അടുത്ത വർഷം ഈ മീലാദ് വേദിയിൽ നമുക്ക് നടത്തണം. അല്ലാഹു തൗഫീഖ് തരട്ടെ ഇൻഷാ അല്ലാഹ്. നമ്മുടെ മക്കളുടെ വളരെ രാവിലെ മുതൽ വൈകുന്നേരം വരെയുള്ള ഈ കഠിനാധ്വാനത്തിന്റെ ഞങ്ങളുടെ ഈ പ്രവർത്തനം അൽഹംദുലില്ലാഹ് 2 ഉസ്താദുമാരും 22 ആൺകുട്ടികളെ കൊണ്ടാണ് ഇത് നടത്തുന്നത് എന്ന് പ്രത്യേകം നാം ഓർക്കണം. ആ 10, 400, 300 കുട്ടികളുള്ള മദ്രസകളിൽ പോലും ഇത്ര കലാരൂപങ്ങൾ നമുക്ക് കാണാൻ കഴിയുന്നില്ല. എന്തുകൊണ്ടെന്ന് വെച്ചാൽ അത് ഇതിന്റെ ആചാര്യന്മാർ ഉള്ള മദ്രസയായതുകൊണ്ടാണ് നമുക്ക് അങ്ങനെ നടക്കുന്നത്. അൽഹംദുലില്ലാഹ്, ദഫും സ്കൗട്ടും അതുപോലെ തന്നെ സിൽസിലയും ഒക്കെ ഒരേ കുട്ടികൾ തന്നെ അവതരിപ്പിക്കുന്നു. ഫ്ലവർ ഷോ കുട്ടികൾ വളരെ മനോഹരമായ ചുവടുകൾ, ടൈമിംഗ് ഉള്ള കുട്ടികളായതുകൊണ്ട് അവരെ നമുക്ക് മനോഹരമായ ചുവടുകളിലൂടെ കളിപ്പിക്കാൻ സാധിച്ചു. അൽഹംദുലില്ലാഹ്, എല്ലാ പിന്തുണയും സമർപ്പിച്ച പ്രിയപ്പെട്ട പ്രേക്ഷകരെ, സഹോദരിമാരെ പ്രത്യേകിച്ച് പറയാനുള്ളത് അവസാനം വരെ നിന്നു എന്നുള്ളതാണ്. അതാണ് നിങ്ങളിൽ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. ഇതിനപ്പുറത്ത് മറ്റൊന്നുമില്ല. പിന്നെ പ്രത്യേകിച്ച് ഈ കലാപരിപാടി ഇത്ര ഗംഭീരമാകുന്നതിന് വേണ്ടി പ്രവർത്തിച്ച മദ്രസയുടെ ജനറൽ സെക്രട്ടറി സാബിത്ത്, അതുപോലെ തന്നെ സൈദലവി, അവർ 2 പേരും വളരെ കഠിനാധ്വാനം രാവും പകലും മീഡിയ രംഗത്തും സോഷ്യൽ മീഡിയ രംഗത്തും മറ്റു കാശ് പിരിക്കുന്ന രംഗത്തും എല്ലാ രംഗത്തും എല്ലുമുറിയെ പണിയെടുത്തുകൊണ്ടാണ് ഇതിന്റെ ഈ വിജയത്തിന് വേണ്ടി അവർ പ്രവർത്തിച്ചത്. അതിന്റെ കൂടെ മറ്റുള്ള പ്രിയപ്പെട്ട എന്റെ സുഹൃത്തുക്കളായിട്ടുള്ള ചെറുപ്പക്കാരെല്ലാവരും തട്ട സപ്പോർട്ട് നിന്നതുകൊണ്ടാണ് ഈ വേദി ഇന്ന് വരെ ഇവിടെ നമ്മൾ കണ്ടതിൽ വെച്ച് ഏറ്റവും മികച്ച സംവിധാനങ്ങളുള്ള ഒരു വേദിയാക്കി ഉയർന്നവരാനുള്ള കാരണം. അല്ലാഹു അത് സ്വീകരിക്കുമാറാവട്ടെ, അല്ലാഹു അത് സ്വീകരിക്കുമാറാവട്ടെ. അവർക്കൊക്കെ അനുയോജ്യമായ ഇണകൾ നൽകിക്കൊണ്ട് ഇപ്പൊ അതിനാണ് ദ്വാരക്കണ്ട്. പഴയ കാലത്ത് ദ്വാര ചെയ്തിരുന്നത് എന്റെ കുട്ടിക്ക് നല്ലൊരു പുതിയാപ്പള കിട്ടാൻ വേണ്ടിയിട്ടാണ് ദ്വാരക്കുന്നത്. ഇന്ന് നേരെ തിരിച്ച എന്റെ മോന് നല്ലൊരു പെൺകുട്ടി കിട്ടാൻ വേണ്ടിയിട്ടാണ് ദ്വാര ചെയ്യുന്നത്. അവർക്കൊക്കെ നല്ല ഇണകൾ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. പിന്നെ ഇതൊക്കെ ഇങ്ങനെയൊക്കെ ചെയ്യാൻ നമുക്ക് ശാരീരികപരമായിട്ട് നമുക്ക് കഴിയുമെങ്കിലും അതിന് സാമ്പത്തികമായ അതിശക്തമായ പിന്തുണ നൽകിക്കൊണ്ട് നമ്മുടെ ഫഖറുദ്ദീൻ ഉസ്താദും അതുപോലെ തന്നെ നമ്മുടെ കബീർ ഉസ്താദും വളരെ സാമ്പത്തികമായി അതിനെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് അതിന്റെ യാഥാർത്ഥ്യം. അതുപോലെ തന്നെ റാഷി ഉസ്താദും അദ്ദേഹത്തെ കൊണ്ട് കഴിയുന്നത് ചെയ്തിട്ടുണ്ട്. ഇവർ വളരെ ഏറ്റവും നല്ല സൗണ്ട് സിസ്റ്റം ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഇന്ന് റാലി നടത്താൻ കഴിഞ്ഞു എന്നുള്ളതാണ്. മറ്റു മദ്രസകളെ അപേക്ഷിച്ചുകൊണ്ടാണ് നമ്മുടെ കമ്മിറ്റിയിൽ തന്നെ ഉൾപ്പെട്ട ഒരു പ്രമുഖൻ ഇന്ന് പല മദ്രസകളും ഒരുമിച്ച് കളിക്കുന്ന സമയത്ത് നമ്മുടെ കുട്ടികളുടെ കളി വളരെ റേറ്റ് കയറി നിൽക്കുന്നത് കൊണ്ട് അത് പലപ്പോഴും അവർ എന്നോട് പറയുണ്ടായി, നിങ്ങളെ കുറിച്ച് ഇപ്പോഴാണ് മനസ്സിലായത്, മറ്റു കളികൾ കാണുമ്പോഴാണ് നമ്മളെ കുറിച്ച് നിങ്ങളെ കുറിച്ചൊക്കെ മനസ്സിലാകുന്നത്. അതുകൊണ്ട് അൽഹംദുലില്ലാഹ് എനിക്ക് സന്തോഷമായി എന്ന് പറയുണ്ടായി. അതാണ് എനിക്ക് കിട്ടേണ്ടത്, അത്ര മാത്രമാണ്. വേറെ ഒന്നും നമുക്ക്
നമുക്ക് ഇതിന്റെ മുന്നിൽ നമുക്ക് ഈ അധ്വാനത്തിന് മുമ്പിൽ ഒരു വിലയായിട്ട് പരിഗണിക്കാൻ സാധ്യമല്ല. അതുകൊണ്ട് തന്നെ അൽഹംദുലില്ലാഹ് ഒരു മികച്ച പെർഫോമൻസിലൂടെ അവതരണത്തിലൂടെ ഇന്നത്തെ മീലാദ് ഘോഷയാത്ര മുതൽ ഇന്നുവരെ നമുക്ക് ചെയ്യാൻ സാധിച്ചു. അത് നിങ്ങളുടെ പിന്തുണ കൊണ്ടാണ്. സാമ്പത്തികമായും ശാരീരികമായും മാനസികവുമായിട്ടുള്ള പിന്തുണ കൊണ്ടാണ്. തുടർന്നും ഇതുണ്ടായിരിക്കണം എന്ന് പ്രത്യേകം ഉണർത്തിക്കൊണ്ട് അൽഹംദുലില്ലാഹ് നമ്മൾ സമ്മാന വിതരണത്തിലേക്ക് പ്രവേശിക്കുന്നു. എല്ലാവർക്കും നന്ദി. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.